സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മ കുറേ രേവതിനെ അനുനയിപ്പിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിലേക്ക് തിരിച്ചു പോകണം, രവീന്ദ്രൻ സാർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയൊന്നും ഇപ്പോൾ കാണില്ലായിരുന്നു. ഈ മക്കളെയും കൊണ്ട് എവിടെ പോകണമെന്ന് പറയാൻ നിന്നപ്പോൾ അദ്ദേഹമാണ് സഹായിച്ചത്. അതുമാത്രമല്ല, അത്രയും വലിയ കോടീശ്വര കുടുംബത്തിലേക്ക് മോളെ വിടാൻ തന്നെ കൊണ്ടുവരാൻ തന്നെ അദ്ദേഹം തയ്യാറായില്ലേ. അദ്ദേഹത്തിനോട് മാത്രം മോൾ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ രേവതി തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. രേവതി തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച, അവൻ കട്ടിലിരുന്ന് വളരെ ഹായ് ആയിട്ട് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇവൾ വന്നിട്ട് ബാഗ് എടുത്ത് കട്ടിലിൽ വെക്കുന്നതും സച്ചി ചോദിക്കുകയാണ്, അല്ല ഞാൻ കരുതി രേവതി തമ്പുരാട്ടി ഇനി ഉടനെയെങ്ങും ഇങ്ങോട്ടേക്ക് മടക്കമില്ലാന്ന്. ഇല്ലത്ത് നിന്ന് പോയപ്പോൾ അങ്ങനെ ഞാൻ നിരീക്ഷിച്ചത്, ഇനി ഉടനെയെങ്ങും ഇങ്ങോട്ടേക്ക് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് രേവതി സച്ചി കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് രേവതിക്ക് ആകപ്പാടെ ദേഷ്യം വന്നിട്ട് രേവതി ഇങ്ങനെ കളിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായ ഒരു എപ്പിസോഡ് ഇന്ന് കാണാൻ പോകുന്നത്. എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അവിടെ തന്നെ അങ്ങ് നിന്നാക്കാൻ മേലായിരുന്നോ? എന്തൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? എന്റെ അച്ഛന്റെ മേലെ വരെ നീ ചാടിത്തുള്ളിട്ടല്ലേ പോയത് എന്ന് പറയുമ്പോഴേക്കും രേവതി പറയാണ്, ഞാൻ ആറ് നേരെ ചാടിത്തുള്ളിയൊന്നുമില്ല. അദ്ദേഹം നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് സ്വന്തം അച്ഛനെ പോലെ തന്നെയാ. ഞാൻ പറഞ്ഞതേ, ഞാൻ എന്റെ അവസ്ഥ കൊണ്ട് എന്റെ മനസ്സിന് വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അങ്ങനെ രേവതി കട്ടക്കലിപ്പില് സച്ചി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വീട്ടില് വിരുന്നുകാര് വരുന്നുണ്ട്. രേവതിയാണെങ്കിലോ അടുക്കളയിൽ പാചകമൊക്കെ ചെയ്ത് എല്ലാം വളരെ നീറ്റായിട്ടും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് അവര് വന്നിട്ട് രേവതിയെ കാണുന്നൊക്കെയാണ് കേട്ടോ. രേവതി അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവരുടെ രേവതിയുടെ പെരുമാറ്റവും അവളെയും ഒരുപാട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിൽ നിന്ന് സ്ത്രീ പറയുന്നുണ്ട്, രവിയേട്ടൻ കണ്ടുപിടിച്ച പെൺകുട്ടി കൊള്ളാം, വരും സ്ത്രീയുമായിട്ട് നല്ല ചേർച്ചയുണ്ട്, രേവതി മോളെ കാണാൻ നല്ല ഭംഗിയാ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതും കേട്ടിട്ട് അകത്തുനിന്ന് സച്ചി ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് അവരോട് ചോദിക്കാണ്, നിങ്ങളുടെ ഇപ്പം ആരെങ്കിലും ചോദിച്ചോ ഇവര് തമ്മിൽ നല്ല ചേർച്ചയുണ്ടോന്ന്? ദാ ഈ കാണുന്നവനുണ്ടല്ലോ, ഇവൻ കല്യാണത്തിന് തൊട്ടു മുമ്പേ ഇവളെ വഞ്ചിച്ചിട്ട് പോയവനാ. അതിനുശേഷം ഞാൻ അവളുടെ കഴുത്തില് താലി കിട്ടിയെന്ന് പറയുമ്പം അവരൊന്ന് ഷോക്കാവുന്നുണ്ട്. എല്ലാരും ഒന്ന് ഷോക്കായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും പോയതിനു ശേഷം രവീന്ദ്രൻ രേവതിയോട് പറയാണ്, അവൻ പാവാ മോളെ, അവനെ അവന്റെ വരച്ചു വഴിക്ക് കൊണ്ടുവരാൻ മോക്ക് പറ്റും. ഈ അവന്റെ അമ്മയുണ്ടല്ലോ, അവൾ ഒരുത്തി കാരണമാ എന്റെ മോൻ ഇങ്ങനായി പോയത്. അവളുടെ സ്നേഹം മൊത്തം അവൻ ശ്രുതിക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്റെ മോൻ ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ആ സ്നേഹമൊക്കെ എന്റെ മോള് കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഈ ദുസ്വഭാവങ്ങളെല്ലാം മാറും. അവൻ എല്ലാ സ്വഭാവം മാറ്റി മോളെ തന്നെ അവൻ സ്നേഹിക്കും. മോള് അവൻ ഒരു ഭാര്യയുടെ എല്ലാ അവകാശങ്ങളും അവന്റെ അടുത്തെടുക്കണം, എങ്കിൽ മാത്രമേ അവൻ മോളുടെ വഴിക്ക് വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ രേവതി ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.